മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. വി എസിൻ്റെ ഓർമ്മകൾ വല്ലാതെ വേട്ടയാടുന്നൊരു സമയമാണിപ്പോൾ. ഇനി നമുക്ക് വി എസ് നാളെ വൈകിട്ട് വരെ നമ്മളോടൊപ്പം ഉള്ളൂ. വി എസ് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവന രാജ്യത്തെല്ലാവരും സ്മരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ പോലും പറയുന്നത് കേട്ടു, വി എസ് ഞങ്ങൾക്കൊരു വികാരമാണ്. അതെ, വി എസ് ഒരു വികാരമായി ജനങ്ങളുടെ ഇടയിൽ വളർന്നിരിക്കുന്നു. പാവങ്ങളുടെ പടത്തലവനായി, കർഷക തൊഴിലാളിയെ മനുഷ്യനായി മാറ്റുന്നതിൻ്റെ ഭാഗമായി, കൊല്ലക്കാർക്ക് കശുവണ്ടി തൊഴിലാളിയെ ന്യായമായ ജീവിത സാഹചര്യമുള്ള തൊഴിലാളിയായി വളർത്തിയെടുക്കുന്നതിനുള്ള ശക്തമായ ഇടൽ നടത്തിയത് വഴി സ്ത്രീപക്ഷത്ത് എല്ലാ അനീതിക്കുമെതിരായി പോരാടുന്ന ധീരനായ ഒരു നേതാവായി, പാരിസ്ഥിതിക രംഗത്തും എല്ലാം വളർന്ന വി എസ് കേരളത്തിലെ ജനഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ആശമാരുടെ സമരം അടുത്ത കാലത്ത് നടന്നല്ലോ. 2005 ആശമാർ, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. ആശമാരുടെ രൂപീകരണം 2005 അന്ന് കൊല്ലത്ത് നിന്നാണ് ആശമാർ സംഘടന തുടങ്ങുന്നത്. ഞങ്ങളവിടെ കേട്ടപ്പോൾ അവർ 100 രൂപ മാത്രമാണ് 2005 ആശമാർ കിട്ടുന്നത്. അവരെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് 2006 മുഖ്യമന്ത്രിയായ സമയത്ത് ഞാൻ ഇവരെയും കൂട്ടി ഒരു നിവേദനം നൽകാൻ വി എസിൻ്റെ അടുത്ത് പോയി. വി എസ് 100 രൂപയുള്ളൂ എന്നത് അത്ഭുതത്തോടെ ചോദിച്ചു. 100 രൂപയെ കിട്ടുന്നുള്ളൂ അവർക്ക്. ആ വർഷമാണ് 500 രൂപയെ ആദ്യമായി ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുന്നത് ആശമാർക്ക്. ആ 500 രൂപയിൽ നിന്ന് 2006 തുടങ്ങിയത് ഇന്ന് അവർക്ക് 13,000 ചില്ലാനം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും വി എസിൻ്റെ ഗവൺമെൻറ് കാലത്തും പിന്നീട് പിണറായിയുടെ ഗവൺമെൻറ് കാലത്തും എല്ലാം ആശമാരുടെ ശമ്പളം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ തുടക്കം കുറിച്ചത് 2006 വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഇങ്ങനെ ഒന്നുമില്ലാത്ത വിഭാഗങ്ങളെ മനസ്സിലേറ്റാൻ, അവർക്ക് ആശ്വാസം നൽകാൻ, അവരെ മുന്നോട്ട് നയിക്കാൻ ഒക്കെയുള്ള വി എസിൻ്റെ ഒരു മുൻകൈ എന്ന് പറയുന്നത് അത്യസാധാരണമാണ്. പ്രശ്നങ്ങൾ വേഗതയിൽ മനസ്സിലാക്കാൻ, അവർക്ക് പരിഹാരം കാണുന്ന തരത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അസാധാരണമായ മനസ്സായിരുന്നു വി എസിനുണ്ടായത്. അത് ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ്. വി എസിൻ്റെ തലമുറയെ വി എസ് നൽകിയ മതനിരപേക്ഷ, അതിനൊരിക്കലും മറക്കില്ല. മതനിരപേക്ഷതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, വർഗസമരങ്ങളോട് അങ്ങേറ്റത്തെ പ്രതിബദ്ധതയോടുകൂടിയുള്ള നിലപാട്, അത് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്ക് വളരെ വലിയ ഊർജ്ജവും ആവേശവുമാണ്. പുതുതലമുറയ്ക്കും അത് ആവേശം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.